കണ്ണുനീരിൻ്റെയും വേദനയുടെയും സമയത്ത് നമുക്ക് ആവർത്തിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കാനും ആശ്വാസം സ്വീകരിക്കാനുമായി ഇതാ ഒരു ദൈവവചനം. സങ്കീർത്തന പുസ്തകം 56 അധ്യായം 8 വാക്യം. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പി ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഇത് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുക, നമ്മുടെ കണ്ണുനീര്, നമ്മുടെ അലച്ചില്, നമ്മുടെ വേദന അത് കർത്താവിനറിയാം. അത് കർത്താവിന് കണക്കുണ്ട്, അത് കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വേദനകളും ദൈവത്തിൻ്റെ കണക്കിലുണ്ട്. അത് നമുക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രതിഫലം ലഭിക്കത്തക്ക രീതിയിൽ ഈ അലച്ചിലും വേദനയും ദൈവത്തിന് സമർപ്പിക്കണം. പ്രാർത്ഥനയായിട്ട്, നമ്മുടെ മറ്റുള്ള വിശുദ്ധീകരണത്തിനായിട്ട് ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് നമ്മുടെ വേദന നാം കർത്താവിന് സമർപ്പിച്ചോ, അവയ്ക്കൊക്കെ വിലയുണ്ട്, അവയൊക്കെ മഹത്വമായിട്ട് അനുഗ്രഹമായിട്ട് മാറും. ഈ സങ്കീർത്തന വചനം കാണാപ്പാടെ പഠിക്കാം. നമുക്ക് വേദനയുടെയും അലച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും സമയത്ത് ഈ വചനം ഓർക്കാം. എൻ്റെ കണ്ണുനീര് ദൈവത്തിനറിയാം, ദൈവം അറിയാണ്ടല്ല. അപ്പം അങ്ങനെയെങ്കിൽ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് എൻ്റെ വേദന സമർപ്പിക്കുന്നു. ഒരു 100 അല്ലെങ്കിൽ 1000 ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഈ സങ്കീർത്തന വചനത്തോട് ചേർന്ന് നമ്മുടെ വേദനകൾ, നമ്മുടെ കണ്ണുനീര്, അവയുടെ കാരണങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ അതിന് പ്രതിഫലം നൽകും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.